കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ, അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണോ വോട്ട് ചെയ്തത്, എല്ലാ പട്ടികയിലും ഞാനുണ്ടോ? ഇതറിയാത്ത ഒരുപാട് വിനുമാർ ഇനിയും സ്ഥാനാർത്ഥികളായൊക്കെ വരുമെന്നേ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന്, അവരുടെ പേരൊക്കെ ഒഴിവാക്കപ്പെടാതെ കൃത്യമായി ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് രാജ്യവ്യാപകമായി ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നത്. ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകാൻ പാടില്ല. രാജ്യത്തെ പൗരന്മാരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ വേണം. അതിനുവേണ്ടിയാണ് ഈ SIR കൊണ്ടുവന്നത്. അപ്പോൾ രാജ്യവ്യാപകമായി നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലായാലും ഇപ്പോൾ 6 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിൽ വോട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു വിനു വരും. അതും മറ്റേ വോട്ട് ചോരിയാണെന്ന് പറഞ്ഞുള്ള അടുത്ത ആരോപണം വരും. ഈ ഒരു ടേം അങ്ങോട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് എവിടെ തൊടുന്നതിനും വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവനവന്റെ പണിയെടുക്കാത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. രാജ്യം മുഴുവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലും കൂടി ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും സ്വന്തം പണിയെടുക്കാനായിട്ട് തയ്യാറാകണം. അതായത് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പോൾ അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണല്ലോ വോട്ടർ പട്ടികയിൽ വോട്ടറായ ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. തിന്ന ബിരിയാണി പോലും തൽക്കാലം ഇത്രയും മതി.